പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും ജി ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിയുടെ ജ്യേഷ്ഠനായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സഖാവ് ജി സുധാകരൻ അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ ഒരു ഓർത്തെടുക്കലായിരുന്നു. സ്കൂൾ കാലം മുതൽ അദ്ദേഹം SFIയുടെ പ്രവർത്തകനായി വളർന്നു വന്നതും അടിയന്തരാവസ്ഥയ്ക്കെതിരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 23 SFIയുടെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനത്തിൽ ശ്രീ MA ബേബിക്കൊപ്പം പങ്കാളിയായി ആ ജാഥ നയിച്ചതും അവർ കേൾക്കേണ്ടി വന്ന പോലീസ് മർദ്ദനവുമൊക്കെ അദ്ദേഹം ഓർത്തെടുത്ത് ഇന്ന് പറയുകയുണ്ടായി. SFI നേതാവിൽ നിന്നും അദ്ദേഹം CPIMന്റെ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി വളർന്നു നിന്ന് കായംകുളത്ത് ഒരു പ്രാവശ്യം ജയിക്കുകയും പിന്നീട് തോൽക്കുകയും ചെയ്ത അദ്ദേഹം അമ്പലപ്പുഴയുടെ 3 പ്രാവശ്യം MLAയും 2 പ്രാവശ്യം മന്ത്രിയുമായി കേരളത്തിൻ്റെ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം അടിവരയിട്ട് എന്ന് പറഞ്ഞ കാര്യം താൻ ഇന്ന് CPIMന്റെ ഭാഗമല്ല. CPIMൽ 60 വർഷത്തിലധികം പ്രവർത്തിച്ച താൻ CPIMന്റെ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിൽ, എന്നാൽ CPIMന്റെ പാർട്ടി പരിപാടിയോടും CPIMന്റെ പൊതുരാഷ്ട്രീയ നിലപാടിനോടും വിയോജിപ്പ് തനിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. 15 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ ആശയ സമരത്തിൽ തൻ്റെതായ പങ്ക് വഹിച്ച ശ്രീ ജി സുധാകരൻ CPIM മുന്നോട്ട് വെക്കുന്ന അവരുടെ പാർട്ടി പരിപാടിയോടോ അവരുടെ പാർട്ടി കോൺഗ്രസ് പ്രമേയങ്ങളോടോ തനിക്ക് വിയോജിപ്പില്ല എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ 45,000-ഓളം വരുന്ന പാർട്ടി പ്രവർത്തകരിലെ 25-ഓളം വരുന്ന, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ അച്ഛനെ പരസ്യമായി ചീത്ത വിളിക്കാൻ മടിക്കാത്ത ചില ഗുണ്ടകൾ CPIMന്റെ പ്രചാരകരായി മാറിയതിൻ്റെ പ്രതിഷേധം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം CPIMനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ CPIMനെയോ പിണറായി സർക്കാരിനെയോ വിമർശിക്കാൻ താൻ ശ്രമിക്കുകയില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും CPIMുമായി കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും ഐക്യം ഉണ്ടാക്കിയ സാമൂഹിക യാഥാർത്ഥ്യത്തെ അദ്ദേഹം ഓർത്തെടുത്ത് പറയുമ്പോൾ അമ്പലപ്പുഴയിൽ നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെ പിന്തുണയ്ക്കുവാൻ കോൺഗ്രസിന് താല്പര്യമുണ്ടെങ്കിൽ, ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് ആകാം എന്നൊരു പച്ചക്കൊടി കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. CPIMനുള്ളിലെ അനാരോഗ്യകരമായ ചില സമീപനങ്ങളെ പറ്റിയായിരുന്നു അദ്ദേഹം പല ചോദ്യങ്ങൾക്കും മറുപടിയായി വിശദീകരിച്ചത്. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തിയ ശ്രീ എളമരം കരീമിനെ കടന്നാക്രമിച്ച അദ്ദേഹം എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വിമർശിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെതിരായോ ആ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരായോ ഒരു വാക്കുപോലും അദ്ദേഹം ഉരുവിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ ജി സുധാകരൻ വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ലക്ഷ്യം CPIMനുള്ളിലെ CPIMന്റെ പൊതു നിലപാടുകളെ അംഗീകരിക്കാതെ, എന്നാൽ അധികാരവുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ CPIMനുള്ളിൽ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കെതിരെയുള്ള അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന തരത്തിൽ കാര്യങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. CPIM കേരളത്തിൽ വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
പാർട്ടിക്കുള്ളിൽ നടത്തേണ്ട രാഷ്ട്രീയ സമരങ്ങളെ ഉപയോഗപ്പെടുത്താതെ സംസ്ഥാന കമ്മിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്ന ജി സുധാകരൻ 75 വയസ്സിനു ശേഷം ആലപ്പുഴ ജില്ലാ ഓഫീസിന്റെ ഭാഗമായ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കാതെ പാർട്ടിക്കുള്ളിൽ നടത്തേണ്ട ഉൾപാർട്ടി സമരത്തെ തെരുവിൽ പാർട്ടിയെ വിമർശിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം ഉയർത്തുമ്പോഴും അദ്ദേഹം ഉയർത്തുന്ന പല കാര്യങ്ങളോടും CPM-നെ സ്നേഹിക്കുന്നവർ തലകുലുക്കി സമ്മതിക്കും എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. എന്തായാലും CPM-നെ തിരുത്താൻ CPM-നുള്ളിൽ നടക്കുന്ന സമരത്തിനോടൊപ്പം CPM-ന് പുറത്തു നടക്കുന്ന ഇത്തരം സമരങ്ങളെ പാർട്ടിയോ പാർട്ടിയിലെ അംഗങ്ങളോ പാർട്ടിയിലെ അനുഭാവികളോ ജി സുധാകരനെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയമായ ചോദ്യം.